തിരുവനന്തപുരം മാരനാട് പോലീസ് സ്റ്റേഷന് നേരെ അർദ്ധരാത്രിയിലുണ്ടായ ക്രൂരമായ അതിക്രമത്തിന്റെയും പോലീസ് ഇൻസ്പെക്ടർക്ക് നേരെയുണ്ടായ വധശ്രമത്തിന്റെയും കേസിൽ അതീവ നിർണായകമായ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CI ദേവരാജനെ ഇരുമ്പ് കസേര കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ഉഴമൈക്കിളക്കൽ സ്വദേശിയായ 24-കാരൻ യൂട്യൂബർ യദു കൃഷ്ണൻ നിലവിൽ പോലീസ് പിടിയിലാണ്. ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് സ്റ്റേഷനകത്ത് കയറി ഉദ്യോഗസ്ഥരെ ചോരയിൽ മുക്കിയ പ്രതിയെ ഒടുവിൽ മറ്റു പോലീസുകാർ എത്തി പെപ്പർ സ്പ്രേ അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് അതീവ സാഹസികമായി കീഴടക്കിയത്. കേസ് പരിശോധിച്ചാൽ ഈ അതിക്രമത്തിന്റെ വ്യാപ്തി വ്യക്തമാകുമെങ്കിലും പുതിയൊരു നിയമപരമായ വശം കൂടി ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. പ്രതി കൃത്യം നടത്തുന്ന സമയത്ത് മദ്യപിച്ചിരുന്നതായി പ്രാഥമികമായി സംശയിച്ചിരുന്നുവെങ്കിലും ഇയാൾ മദ്യപിച്ചിട്ടാണോ സ്റ്റേഷനിലേക്ക് വന്നതെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ പ്രതിയായ യദു കൃഷ്ണൻ മുൻപ് മാനസിക രോഗത്തിന് വ്യക്തമായ ചികിത്സയിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനെ തുടർന്ന് ഇയാൾ ചികിത്സയിലായിരുന്നു എന്ന ബന്ധുക്കളുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ മെഡിക്കൽ പശ്ചാത്തലം. എങ്കിലും അക്രമത്തിന് തൊട്ടു മുമ്പ് താൻ സ്റ്റേഷനിൽ ആക്രമിക്കാൻ പോകുന്നു എന്ന് കാണിച്ച പ്രതി യൂട്യൂബിൽ ലൈവ് വീഡിയോ ചെയ്തതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മദ്യപാനമാണോ അതോ കടുത്ത മാനസിക അസ്വസ്ഥമാണോ ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണത്തിലേക്ക് പ്രതിയെ നയിച്ചത് എന്നതിൽ വ്യക്തത വരാൻ വിശദമായ മെഡിക്കൽ പരിശോധന ഫലങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. നിലവിൽ വധശ്രമം അടക്കമുള്ള അതീവ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ ആര്യനാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ ഇൻസ്പെക്ടർ ദേവരാജൻ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രതിയുടെ മാനസികാരോഗ്യ നിലയും മുൻകാല ചികിത്സാ രേഖകളും വരും ദിവസങ്ങളിൽ കോടതിയിലെ നിയമ നടപടികളിൽ അതീവ നിർണായകമായി മാറും. മെഡിക്കൽ റിപ്പോർട്ടുകൾ പൂർണ്ണമായി ലഭിച്ച ശേഷം മാത്രമേ ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിനാശകരമായ നീക്കങ്ങളെയും ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളെയും കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകാൻ ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെയും നിയമവ്യവസ്ഥയും ബാധിക്കുന്ന ഇത്തരം വാർത്തകളും അതിന്റെ പുതിയ അപ്ഡേറ്റുകളും ഉടനടി തിരിച്ചറിയുന്നതിനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുമായി ഈ ഔദ്യോഗിക വാർത്താ പാക്കേജ് ഇപ്പോൾ തന്നെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.